ഇന്നൊരു മടി പിടിച്ച ഫ്രൈഡേ ദിവസമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാ ഫ്രൈഡേ ദിവസവും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും. ഇന്ന് മടി പിടിച്ചിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനും തോന്നിയില്ല. ഒട്ടും മൂഡും ശരിയല്ലായിരുന്നു. അപ്പോൾ തലേന്നത്തെ കുറച്ച് മീൻകറിയും മോര് കറിയും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. അത്രയും ആക്കിയതേ ഉള്ളൂ ഇന്ന്. പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് ഇട്ട് വെച്ച മാങ്ങയാണ്. അപ്പോൾ അതൊന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ എല്ലാം ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി. അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ പുറത്തു പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കടയിലത്തേക്ക് വേണ്ടി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്നോട് സത്യത്തിൽ നീ ലുലുവിലേക്ക് മക്കളെയും കൂട്ടി പോകും, ഞാൻ ഇവിടുത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനതൊന്നും കേൾക്കാതെ ഇക്കയുടെ വണ്ടി ചാടി കയറി വന്നു. അപ്പോൾ ഇക്കാക്ക് മൊബൈലിൻ്റെ കുറച്ച് ചാർജറും അങ്ങനെയുള്ള സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് എത്തിയത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കട്ട പോസ്റ്റായിട്ട് നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ഫാമിലി ഡിസ്കൗണ്ടിൽ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി. നമ്മൾ പെണ്ണുങ്ങൾ ഈ പാത്രങ്ങളൊക്കെ കണ്ടാൽ സത്യത്തിൽ അവിടെ സ്റ്റക്കായി പോവും. എൻ്റെ ഉമ്മ പണ്ട് ഇങ്ങനെ ആയിരുന്നു, പാത്രങ്ങളോടൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ഉമ്മക്ക് ഒരു പണിയില്ലേ എന്ന് വിചാരിക്കും. ഇപ്പം ഞാനും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തൊരു ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ സർബത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ സീ യു.